ബ്രീഫ് ഹിസ്റ്ററി ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഇൻ ഇന്ത്യ. അതായത് ഇന്ത്യയിലെ കൊമേഴ്ഷ്യൽ ബാങ്ക്സിൻ്റെ ഹിസ്റ്ററി എന്താണ്, എങ്ങനെയാണ് കൊമേഴ്ഷ്യൽ ബാങ്കുകൾ ഉയർന്നു വന്നത്, എങ്ങനെയായിരുന്നു അതിൻ്റെ വളർച്ച എന്നീ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് പറഞ്ഞാൽ ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അതായത് ഇപ്പം നമ്മുടെ നാട്ടിൽ കാണുന്ന സാധാ ബാങ്കുകൾ എന്താണ്, കൊമേഴ്ഷ്യൽ ബാങ്കുകളാണ്. അവ ആളുകളുടെ കയ്യിൽ നിന്ന് ഡെപ്പോസിറ്റ് സ്വീകരിക്കുകയും അതുപോലെ തന്നെ ആളുകൾക്ക് എന്തെങ്കിലും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ അവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു അസറ്റ് ഈടായി സ്വീകരിച്ചുകൊണ്ട് അവർക്ക് ലോണ് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ ഈ ഒരു ഡെപ്പോസിറ്റ് സ്വീകരിക്കുകയും ലോണ് നൽകുകയും ചെയ്യുന്ന പ്രവർത്തനത്തിലൂടെ ബാങ്കുകൾ പ്രോഫിറ്റ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു കൊമേഴ്ഷ്യൽ ബാങ്കിനെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബാങ്ക് അല്ലെങ്കിൽ ഒരു വലിയൊരു ബാങ്കിൻ്റെ ചെറിയ ഡിവിഷൻ അത് അങ്ങനത്തെ രീതിയിലൊക്കെ പറയുന്നുണ്ട്. വലിയൊരു ബാങ്കിൻ്റെ ഡിവിഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ബാങ്കൊക്കെ ഓരോ വലിയ ബാങ്കുകളുടെയും ബ്രാഞ്ചാണ്, അത്ര അതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. ഇവർ കോർപ്പറേറ്റുകൾക്കും അതുപോലെ തന്നെ വലിയ തോതിലും ഒരു ഇടത്തരം രീതിയിലൊക്കെയുള്ള ബിസിനസ്സുകൾക്കൊക്കെ പണം വേണ്ടി വരുമ്പോൾ അവർക്ക് പണം നൽകി ലോണായിട്ട് സഹായിക്കുന്നു. പുതിയ ബിസിനസ്സുകൾ തുടങ്ങാൻ, ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങാൻ വേണ്ടിയിട്ട് ലോൺസ് കൊടുക്കുന്നു എന്നീ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. കൊമേഴ്ഷ്യൽ ബാങ്കിൽ രണ്ട് തരം ബാങ്കുകളാണ് ഉൾക്കൊള്ളുന്നത്. ഒന്ന് പ്രൈവറ്റ് സെക്ടർ ബാങ്ക്, രണ്ടാമത്തത് പബ്ലിക് സെക്ടർ ബാങ്ക്. ഇനി നമ്മൾ ഈ ഒരു കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ഹിസ്റ്ററി, എങ്ങനെയാണ് കൊമേഴ്ഷ്യൽ ബാങ്ക് വന്നത് എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഫസ്റ്റത്തെ കൊമേഴ്ഷ്യൽ ബാങ്ക് വരുന്നത് 1786 അത് കൽക്കട്ടയിൽ ബാങ്ക് ഓഫ് ബംഗാൾ സ്ഥാപിച്ചതിലൂടെയാണ് ഫസ്റ്റ് കൊമേഴ്ഷ്യൽ ബാങ്ക് വരുന്നത്. ഈ ഒരു ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആ സമയത്ത് 3 പ്രസിഡൻസി ബാങ്കുകളായിരുന്നു എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അവയാണ് ഒന്നാമത്തെ പറഞ്ഞ പോലെ ബാങ്ക് ഓഫ് ബംഗാൾ 1809, രണ്ടാമത്തത് ബാങ്ക് ഓഫ് ബോംബെ 1840, പിന്നെ ബാങ്ക് ഓഫ് മദ്രാസ് അത് 1843. ഇനി 1921 ഈ 3 പ്രസിഡൻസി ബാങ്കുകളും ഈ 3 ബാങ്കുകളും കൂടി ഒരുമിച്ച് ചേർത്തിട്ട് ഒറ്റ ബാങ്കാക്കി മാറ്റി. അതിനെയാണ് ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അതിനൊരു കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ അതേ സ്വഭാവമായിരുന്നു ഉണ്ടായിരുന്നത്. അത്തരം പ്രവർത്തനങ്ങളൊക്കെ ആ ബാങ്ക് ചെയ്യുകയും ചെയ്തിരുന്നു. മാത്രമല്ല നമുക്കൊരു സെൻട്രൽ ബാങ്ക് ആ സമയത്തില്ല, ഈ ബാങ്ക് മാത്രമാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ ഇതിന് ബാങ്കേഴ്സ് ബാങ്ക് അല്ലെങ്കിൽ ബാങ്കർ ടു ദ ഗവൺമെൻറ് എന്നുകൂടി ഈ ബാങ്ക് അറിയപ്പെട്ടിരുന്നു. അതായത് മറ്റ് ബാങ്കുകളുടെ എല്ലാം മെയിൻ ബാങ്കായിട്ട് ഈ ബാങ്കിനെ കണക്കാക്കിയിരുന്നു. അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെയും ബാങ്കായിട്ടാണ് ഇമ്പീരിയൽ ബാങ്കിനെ കണക്കാക്കിയത്. ഈ ഇമ്പീരിയൽ ബാങ്ക് മെയിനായിട്ടും വന്നത് ഒരുപാട് യൂറോപ്യൻ ഷെയർ ഹോൾഡേഴ്സിൻ്റെയൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടാണ്. യൂറോപ്യൻസൊക്കെ ആയിരുന്നു ഈ ബാങ്കിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നത്. പിന്നീട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വന്നതിന് ശേഷം, അതായത് 1935 ഇന്ത്യയുടെ സെൻട്രൽ ബാങ്കായിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വന്നതിന് ശേഷം ഇമ്പീരിയൽ ബാങ്കിൻ്റെ റോളിൽ മാറ്റമുണ്ടായി. അതായത് അതിൻ്റെ ഏകദേശം റോൾ അവസാനിച്ചു. പിന്നീട് 1865 അലഹബാദ് ബാങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്യുകയും അലഹബാദ് ബാങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്തു. അതിൻ്റെ സോഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സ് മുഴുവൻ എന്ന് പറയുന്നത് ഇന്ത്യക്കാർ തന്നെയായിരുന്നു. ഇമ്പീരിയൽ ബാങ്ക് ആണെങ്കിൽ ആരാണ്, യൂറോപ്യൻ ഷെയർ ഹോൾഡേഴ്സാണ്. എന്നാൽ അലഹബാദ് ബാങ്ക് ഇന്ത്യൻ ഷെയർ ഹോൾഡേഴ്സാണ്. പിന്നീട് പഞ്ചാബ് നാഷണൽ ബാങ്ക് 1895 വന്നു. പിന്നെ ഈ 1906 1913 ഇടയിൽ ഒരുപാട് ബാങ്കുകൾ വന്നിട്ടുണ്ട്. അതായത് ബാങ്ക് ഓഫ് ഇന്ത്യ, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് ബറോഡ, കാനറ ബാങ്ക്, ഇന്ത്യൻ ബാങ്ക്, ബാങ്ക് ഓഫ് മൈസൂർ, ഇവയൊക്കെ ആ സമയത്താണ് സെറ്റപ്പ് ചെയ്യണത് അല്ലെങ്കിൽ വരുന്നത്. പിന്നീട് ഇൻഡിപെൻഡൻസിന് ശേഷം എങ്ങനെയാണ് എന്നുള്ളതാണ് പറയുന്നത്. സ്വാതന്ത്ര്യത്തിന് ശേഷം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഈ ഒരു ബാങ്കിങ് എത്രയും പെട്ടെന്ന് നല്ല രീതിയിൽ സ്പ്രെഡ് ആവണം, നല്ല രീതിയിൽ പ്രവർത്തിക്കണം എന്നുള്ള രീതിയിൽ ഉദ്ദേശിച്ചിട്ട് ഒരുപാട് സ്റ്റെപ്പുകൾ മുന്നോട്ട് പോയി. അതിൻ്റെ ഭാഗമായിട്ട് മെയിനായിട്ടും മൊത്തത്തിൽ എക്കണോമിനെ ഒന്ന് എന്താ പറയുക, സ്റ്റാൻഡർഡൈസ് ചെയ്യുക, ഒരു സാമ്പത്തികമായിട്ടൊരു ഓർഡർ ഉണ്ടാക്കുക എന്നതിൻ്റെ അപ്പുറം ഈ റൂറൽ ഏരിയകളെ, ഗ്രാമീണ മേഖലകളെ ഒന്നും കൂടി ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യത്തിലാണ് ബാങ്കുകൾ കൂടുതലായിട്ടും സെറ്റപ്പ് ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി ഒരു സ്റ്റേറ്റ് പാർട്ട്നേർഡ് ആയിട്ടുള്ള അതുപോലെ സ്റ്റേറ്റ് സ്പോൺസേർഡ് ആയിട്ടുള്ള ബാങ്ക് ഏറ്റെടുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു.
അതായത് ഒരു സ്റ്റേറ്റ് പാർട്ട്ണറായിട്ടുള്ള അല്ലെങ്കിൽ സ്റ്റേറ്റ് സ്പോൺസർ ചെയ്തിട്ടുള്ള ഒരു ബാങ്ക് ഏറ്റെടുക്കുക. അത് ഇമ്പീരിയൽ ബാങ്ക് ഏറ്റെടുക്കുകയും അത് മറ്റുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഒരു മെയിനായിട്ടും ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ഒരു ബാങ്ക് വരണം എന്നുള്ളൊരു ആശയമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ SBI 1955 നിലവിൽ വന്നു. പിന്നീട് 1959 ഈ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്റ്റും വന്നു, SBI ആക്റ്റും വന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഈ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് മറ്റ് പ്രധാനപ്പെട്ട 8ഓളം സ്റ്റേറ്റ് അസോസിയേറ്റ് ബാങ്കുകളെയും സബ്സിഡിയറീസിനൊക്കെ ഏറ്റെടുക്കാൻ സാധിച്ചു ഈ ഒരു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം. 1969 ഈ ബാങ്കിങ് മേഖലയിലെ ഏറ്റവും നിർണായകമായിട്ടുള്ളൊരു കാൽവെപ്പ് ഉണ്ടാവുന്നത്. ഏകദേശം നല്ല 14 മേജർ പ്രൈവറ്റ് സെക്ടർ ബാങ്കുകൾ നാഷണലൈസ് ചെയ്തു. അതായത് പ്രൈവറ്റ് ആയിട്ട് വർക്ക് ചെയ്തതിനെ ഗവൺമെൻറ്റിൻ്റെ കീഴിലേക്ക് കൊണ്ടുവന്നു, അതിനെ ദേശസാൽക്കരിച്ചു. 14 ബാങ്കുകളെ 1969 ദേശസാൽക്കരിച്ചു. ഇതെന്ന് പറയുന്നത് ഇന്ത്യൻ ബാങ്കിങ് ചരിത്രത്തിൽ തന്നെ പ്രധാനപ്പെട്ടൊരു കാൽവെപ്പാണ്. ഇതെന്ന് പറയുന്നത് ഇതിന് ശേഷം പിന്നീട് 6ഓളം പ്രൈവറ്റ് സെക്ടർ ബാങ്കുകൾ 1980 വീണ്ടും നാഷണലൈസ് ചെയ്തു. ഈ ബാങ്കുകളൊക്കെ നാഷണലൈസ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട്, അതായത് ഗവൺമെൻറ്റിൻ്റെ കീഴിൽ കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു രാജ്യത്തുള്ള ഏകദേശം ഒരു മേജർ ബാങ്കിങ് ഏരിയ അല്ലെങ്കിൽ ഏകദേശം ബാങ്കിങ്ങിൻ്റെ ഒരു മെയിനായിട്ടുള്ള ഏരിയാസൊക്കെ ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിൽ തന്നെ വന്നു. അങ്ങനെയാവുമ്പോൾ അതായത് ഈ ബാങ്കുകളൊക്കെ നാഷണലൈസ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് പബ്ലിക് സെക്ടറിലേക്ക് കൊണ്ടുവന്നതിൻ്റെ ഭാഗമായിട്ട് ഓരോ ബാങ്കിൻ്റെയും ബ്രാഞ്ചുകളൊക്കെ എക്സ്പാൻഡ് ചെയ്തു. കൂടുതൽ ഗ്രാമീണ മേഖലയിലൊക്കെ ബാങ്കുകൾ വന്നു. ചെറിയ നഗരത്തിൽ മാത്രമല്ല ചെറിയ നഗരഭാഗങ്ങളിലൊക്കെ ബാങ്കുകൾ വന്നു. അതിൻ്റെ ഭാഗമായിട്ട് വൻതോതിലുള്ള ഡെപ്പോസിറ്റും ബാങ്കുകൾക്ക് കൂടുതൽ സേവിംഗ് ഒക്കെ ലഭിക്കാനിടയായി. പിന്നീട് ഈ സേവിംഗ് ഒക്കെ കാർഷിക മേഖലയിലേക്കും അനുബന്ധമായിട്ടുള്ള വ്യവസായങ്ങളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനും കാരണമായി. അപ്പോൾ മൊത്തത്തിലുള്ളൊരു രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് ഓരോ മേഖലയിലെയും വളർച്ച ഉറപ്പുവരുത്തുന്നതിൽ ഈ ഒരു ബാങ്കിങ് സെക്ടറിൻ്റെ ഗ്രോത്ത് വളരെയധികം പങ്കുവഹിച്ചിട്ടുണ്ട്. പിന്നീട് ഒരു സ്ട്രോങ് ആയിട്ടുള്ള കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ളൊരു ബാങ്കിങ് സിസ്റ്റം കൊണ്ടുവരേണ്ട ഭാഗമായിട്ട് പിന്നെ ഒരുപാട് റിഫോംസ് ഒക്കെ കൊണ്ടുവന്നു. അതായത് ഈ ബാങ്കിങ് സെക്ടറിൻ്റെ എഫിഷ്യൻസി വർദ്ധിപ്പിക്കുക, അതുപോലെ തന്നെ ബാങ്കുകൾ മോണിറ്റർ ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ നിരീക്ഷിക്കുന്നതൊന്നും കൂടി ശക്തമാക്കുക, പിന്നെ അതുപോലെ തന്നെ നല്ല കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള കണ്ടീഷൻസ് ഉണ്ടാക്കുക, പിന്നെ ബാങ്കിൻ്റെ ടെക്നോളജിക്കലായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറൊക്കെ വർദ്ധിപ്പിക്കുക എന്നുള്ള കാര്യങ്ങൾക്കൊക്കെ 1990 ശേഷം ഒരുപാട് റിഫോം മെഷേഴ്സ് വന്നു. ഈ മെഷേഴ്സൊക്കെ ബാങ്കുകളുടെ ഫിനാൻഷ്യൽ ഹെൽത്തിനെയും പിന്നെ അതിൻ്റെ സൗണ്ട്നെസ് എന്ന് പറയുമ്പോൾ അവരുടെ മെയിനായിട്ടും ബാങ്കുകളുടെ സൗണ്ട്നെസ് എന്ന് പറയുമ്പോൾ അവരുടെ കപ്പാസിറ്റി അല്ലെങ്കിൽ അസറ്റ് തന്നെയാണ്. അത് വർദ്ധിക്കാൻ കാരണമായി, എഫിഷ്യൻസി വർദ്ധിക്കാനൊക്കെ കാരണമായി. പിന്നീട് പറയുന്നൊരു മറ്റൊരു പോയിൻ്റാണ് 1990 കൊണ്ടുവന്ന റിഫോംസിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഫീച്ചർ എന്ന് പറയുന്നത് എൻട്രി ഓഫ് ന്യൂ പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ് വാസ് പെർമിറ്റഡ്. അതായത് പുതിയ പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളുടെ എൻട്രി അതിന് കൊണ്ടുവരൽ പെർമിറ്റ് ചെയ്തിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് പുതിയ ബാങ്കുകൾക്ക് വരാം എന്നുള്ളൊരു ഡിസിഷൻ്റെ ഭാഗമായിട്ട് ICICI ബാങ്ക്, HDFC ബാങ്ക്, IDBI ബാങ്ക്, UTI ബാങ്ക് അങ്ങനെ കുറേ പുതിയ ബാങ്കുകളൊക്കെ വീണ്ടും വന്നു. ഇപ്പോൾ പ്രസൻ്റ്ലി ഇന്ത്യയുടെ ഒരു അവസ്ഥ എന്ന് വെച്ചാൽ കൊമേഴ്ഷ്യൽ ബാങ്ക്സിനെ പ്രധാനപ്പെട്ട 5 വ്യത്യസ്ത കാറ്റഗറീസ് അല്ലെങ്കിൽ വ്യത്യസ്ത ഗ്രൂപ്പായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. അത് മെയിനായിട്ടും അതിൻ്റെ ഓണർഷിപ്പ് അല്ലെങ്കിൽ അതിൻ്റെ ഓപ്പറേഷൻ ഇതിനൊക്കെ അടിസ്ഥാനമാക്കിയിട്ടാണ്. അതൊക്കെയാണ് ഒന്നാമത്തെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആൻഡ് അസോസിയേറ്റ്, അതായത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും അതിൻ്റെ സബ്സിഡിയറി ആയിട്ടുള്ള ബാങ്കുകളും. രണ്ടാമത്തത് നാഷണലൈസ്ഡ് ബാങ്ക്, മൂന്നാമത്തത് പ്രൈവറ്റ് സെക്ടർ ബാങ്ക്, നാലാമത്തത് ഫോറിൻ ബാങ്ക്, അഞ്ചാമത്തെ റീജിയണൽ റൂറൽ ബാങ്ക്സ്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ബാങ്കിങ് സെക്ടർ, അതായത് കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ഒരു വളർച്ച എങ്ങനെയാണ്, ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കൊമേഴ്ഷ്യൽ ബാങ്ക് എങ്ങനെയാണ് വളർന്നു വന്നത് എന്ന് പറയുന്നത്.